ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹൃദയ ഗൻഷ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വി ആർ പ്ലാനിങ് ടു ഗോ ടു മൂവി. അപ്പോൾ എന്താ പറയുക, എന്നോട് ഇതുപോലെ പറഞ്ഞു രാവിലെ ഇതുപോലെ മൂവി ഉണ്ട്, അപ്പോൾ മൂവി കാണാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു മൈ കസിൻസ്. സോ പിന്നെ ആദ്യം നല്ല ജാടയൊക്കെ ഇട്ടായിരുന്നു. പിന്നെ എന്താ ചെയ്യുക, എന്തായാലും ഇവിടെ പ്രതിരിക്കില്ലേ, ഇപ്പോൾ പിന്നെ ഇന്ന് സിനിമ കണ്ട് പോരാം എന്ന് വിചാരിച്ചു കേസ്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ചെന്ന് സിനിമ കാണാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്നാലാണ് ഈ സിനിമ എന്നൊക്കെ സിനിമ അതെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ആണ് അവർ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം ചോദിച്ചു പോലെ ആവേശമാണോ ജീവിതമാണോ അങ്ങനെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വെച്ചു. അപ്പോൾ അതിൽ പറഞ്ഞാണ് അവർ നമുക്കിത് കാണാം എന്ന്. സോ വി ആർ പ്ലാൻ ടു ഗോ. ഞങ്ങൾ 4 പേര് ആണ് പോകുന്നത്. ഞാൻ ആ കാര്യം ഞാൻ അച്ഛനോട് പറയാൻ പോവാണ്. അപ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ എന്തൊക്കെയാണെന്ന് അറിയാം. അച്ചു, നീ സിനിമയ്ക്ക് വരുന്നുണ്ടോ? നിന്നെ കൂട്ടില്ല. അച്ചുവിനെ കൂട്ടാണ്ട് ഞാൻ പോവാണ്. എന്തിന് എല്ലാത്തിനും നിന്നെ കൂട്ടാൻ പറ്റുമോ? നീ ചെറിയ കുട്ടിയല്ലേ? ലേറ്റ് അടിക്കുന്നു ആടുന്നു. നീ ചെറിയ കുട്ടിയല്ലേ? നീ ചെറിയ കുട്ടിയല്ലേ? അല്ല, ഇവിടെ വന്നിക്കാട് ലേറ്റ് അവിടെ അടിക്കുന്നുണ്ട്. എന്താണ് മുട്ടി വിട്. നീ ചെറിയ കുട്ടിയാണ്, എപ്പോഴും നിന്നെ ഒന്നും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. നീ കുട്ടിയില്ല, കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ട് പോയാൽ നോക്കണം. ഇതൊക്കെ വലിയ പണിയാണ്. സോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഞാൻ നിൽക്കാം, നിന്നോട് പറഞ്ഞ കാര്യം. അവൾ പൊട്ടിടാണ്, മറ്റേ കറുത്ത വേണ വെച്ചിട്ട് പൊട്ടിടാണ് അവള്. അച്ചു, നീ വരണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് അന്വേഷിക്കരുത് കേട്ടോ. ഞാൻ പോവാണ് സിനിമയ്ക്ക്. വല്ല ബാക്കി പറ. കവി എന്താ ഉദ്ദേശിക്കുന്നേ? ഹോസ്റ്റൽ കോളേജ് അപ്പോൾ അങ്ങനെ നടത്തിപ്പിക്കും അവർ. അപ്പോൾ ഞാൻ അന്ന് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കി. 3 ചെക്കന്മാർ പുറകിലാണ്. ഞാൻ ജസ്റ്റ് നടക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം അവരുടെ പുറകിലായിരുന്നു, പിന്നെ ഞാൻ ഫ്രണ്ടിലെത്തി. സോ ഇതാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചാൽ കൂടെ നിങ്ങൾ നിങ്ങൾ ഓടും. യു ക്യാൻ ബി എവറിത്തിങ്. നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാലും നിങ്ങൾ നടന്നിട്ടാണെങ്കിലും വീട്ടിലെത്തും. ഞാൻ ആകെ ഒരു ലിപ്സ്റ്റിക് ആയിട്ടുള്ളൂ, അത് ഓവറായി പോയോ? അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജിത്തു, നീ ഇങ്ങനെ പൊക്കം വെച്ച് ഇവനെ ഞാൻ എത്തിയിട്ടുണ്ട്. ബോത്ത് ഓഫ് ദം വർ കമ്മിങ്. 2 പേര് വരുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് തരാം. ഇത്തു ഉടേടാ, ഞാൻ നേരത്തെടാ എനിക്കൊരു കാര്യം അറിയോ, ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും വേർത്തുള്ളൂ. എൻ്റെ വേർപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടു ഇവൻ്റെ കൂട്ടുകാരന്മാരൊന്നും വരുന്നില്ല. വെക്കേഷൻ അല്ലാത്ത സമയത്ത് എപ്പോഴും കൂട്ടുകാരന്മാർ വരും, ഇപ്പോൾ വരുന്നില്ല പറഞ്ഞു. ഒപ്പം പഠിച്ചതെന്നില്ല, ഞങ്ങൾ ഒരു ഡാൻസ് ഒറ്റയ്ക്ക് നടന്നു. ബസ്സിനാ വന്നേ? അടുത്ത കൂട്ടുകാരിയോ? ഓടാ വരുന്നു. ഇവൻ്റെ കൂട്ടുകാരന്മാരെ ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. ഇങ്ങോട്ട് നോക്ക്, എന്റെ വിരലിലോട്ട് നോക്ക്. അങ്ങനെ ഇന്റർവെല്ലൊക്കെയാണ്. ജസ്റ്റ് സിനിമ ഒന്ന് മാറിപ്പോയി. ഞാൻ വിചാരിച്ചു വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വിചാരിച്ചു, പക്ഷെ അപ്പം അങ്ങനെ സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ജിത്തു, ഭയങ്കര പൂരി വെയിലാണ് ഇവിടെ. ആ AC-ന്ന് ഈ വെയിലത്തോട്ട് വന്നപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? എങ്ങനെയുണ്ട് സിനിമ? സംഗതി വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയി. അമ്മമാർ എന്നെ പറ്റിച്ചിട്ട് അവസാനം വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഇവൻ എന്നെ പറ്റിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണ്
പോകുന്നത്. ആവേശം കാണാൻ പോയി. അമ്മാതിരി വെയിലുണ്ടായോ, ഞാൻ സൺസ്ക്രീന് പോലും ഇട്ടിട്ടില്ല. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ചെന്ന് നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകും. എന്താന്ന് എനിക്ക് അപ്പോഴത്തേനും ഗോ ടു ക്ലാസ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഫോണിലും കാണാമല്ലോ. നീ എവിടേക്ക് കാട്ടിലോട്ട് പോകുന്നേ? ഇവിടെ വാ. ഓക്കെ, അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയി ആവേശം കണ്ട് വന്ന ഇതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ജിത്തു സിനിമ? നിന്നെ കാണിക്കുക, നിങ്ങൾ ആരും കണ്ടില്ല. നിങ്ങൾ തെരഞ്ഞ എത്ര കാണുന്നു? സീറ്റിൽ വന്നിരിക്കണ്ടേ? ഞാൻ ആദ്യം നിങ്ങളെന്നെ തെരയും വിചാരിച്ചു. പക്ഷെ എനിക്ക് അറിയാം നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അവിടെ നിന്ന് ഇറങ്ങിയൊന്നുമില്ല. എന്തിനു നിങ്ങൾ വണ്ടി വരികയാണെങ്കിൽ അത് വണ്ടി ഇങ്ങോട്ടാന്നുള്ള അറിയാനുള്ള സാമാന്യ ബോധം എന്തെങ്കിലും വേണം. ബട്ട് ദേ ഡോണ്ട് ഹാവ്. ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ലേ? രാവിലെ കാണിച്ചു തന്നത്. എങ്ങനെയുണ്ട് ജിത്തു? നേരെയാണോ കാണുന്നത്? എടാ ഇങ്ങനെ വെക്കണ്ട, നീ താഴോട്ട് വീഴും. അത്രയാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.